ആട്ടിറച്ചിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ചെറുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ചതച്ചതാണ്. ചട്ടിക്കിട്ട് ഒരു തക്കാളി, കുറച്ച് ചെറുള്ളി, ഒരു വെല്ലുള്ളി, 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത്, കുരുമുളക് പൊടി, ആടല്ലേ കുരുമുളക് പൊടി 2 സ്പൂൺ ഇടുക. ആട്ടിറച്ചിയൊക്കെ തിന്നേണ്ട നേരാട്ടോ ഞാളെപ്പം ഈ ആദ്യം മയത്ത്. മല്ലിയും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ടത്. മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ആടായതുകൊണ്ട് കുരുമുളക് പൊടിയാണ് തോന്നിട്ടത്. ഇപ്പത്തയക്കണേ തള വരുന്നുണ്ട് കേട്ടോ. ഇപ്പത്താണ് വെക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ മന്തിയാണ് കൊണ്ടുവരുന്നത്, അൽഫാം മന്തിയാണ്. ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ലേശത്തിന് തേങ്ങാച്ചോറ് വെച്ചത് കേട്ടോ. തേങ്ങാച്ചോറ് ഈ ആട്ടിറച്ചിയൊക്കെ കൂട്ടി തിന്ന. അതിക്കിടെ കുറച്ച് പരിപ്പും കറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് പിന്നെ ആടിന് ആട്ടിറച്ചിക്കുള്ള ജീരകമാണ് കേട്ടോ. വറുത്തേക്ക് പൊടിച്ചതാണ്. ഞാൻ വറുത്ത് പൊടിച്ചതാണ് ചെയ്യുന്നത്. ആട് വെന്തിട്ട് ആകുമ്പോൾ ഓമ്പിച്ചമ്പയിലിട്ട് വറുത്തിട്ടിട്ട് അത് മഴക്കാലത്ത് ആടൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കി നമ്മൾ കഴിക്കേണ്ടതുമാണ്. തേങ്ങാച്ചോറൊന്നും നല്ല മതി. ഇവിടുത്താണ് തിരിച്ചോട്ടിക്കാണ്. ഇതിവിടെ വറുക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് ഇവിടെ, ഇറച്ചി ഇവിടെ, ചോറ് എടുത്ത് മാറ്റി വെക്കാൻ. അതിനകത്ത് ഈ കറി അടുപ്പത്തില്ല. ഉള്ളിവട, ചീരവട കേട്ടോ. ചീരൻ്റെ ഇലയൊക്കെ ഇട്ട് കണ്ടാണ് ഉള്ളിവട ഉണ്ടാക്കുന്നത്. സാധാ ഉള്ളിവട പോലെ തന്നെ അതിക്ക് ചീരൻ്റെ ഇല കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, ഇത്തിരി വെള്ളവും കൂട്ടി കുഴച്ചെടുക്കുക. പൊടി തരിച്ചെടുക്കട്ടെ. ചീരൻ്റെ ഇല ഒരു ചെറിയൊരു അരിച്ചിലരിഞ്ഞാൽ മതി കേട്ടോ. ചെറുതാക്കി, നല്ലോണം ചെറുതാക്കൊന്നും വേണ്ട. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉള്ളിവടയ്ക്ക് തോനെ ചേർത്താൽ നല്ല രസമാണ്. ഞാൻ ഉള്ളിവടയിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് എരുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. മുളക്, മഞ്ഞൾ, ഉപ്പ് ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് കുഴക്കുക. ഈ ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഈ ചീരയൊക്കെ വീട്ടിലുണ്ടോല് ഒന്ന് ഉണ്ടാക്കി നോക്കി. വേറെ കൊമ്പത്തെ എന്തുമാതിരിയൊക്കെ ഉണ്ടാവും ഈ ചീര അറിയോ. തേങ്ങ ചുട്ടുള്ള പരിപ്പ് കറി ഇവിടെ വെന്തമായിട്ട് തേങ്ങ അരച്ച് പറഞ്ഞു. അടക്ക് വെന്തനായിക്ക് തൂമ്പിച്ചുള്ള ഉള്ളികളാണ്, ചെറുള്ളി, വെളുത്തുള്ളി. ഉറവ് വെള്ളമാണ് അപ്പോൾ ഉറവ് ചാരി ഇറങ്ങി ഉറവ്.
തേങ്ങാച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. തേങ്ങാച്ചോറ് കറി ഇവിടെ ഉണ്ട്. കറി ഇവിടെ കുറച്ച് ഇവിടെ വറവിടാൻ വെച്ചത്. അതൊക്കെ നിന്നാൽ തടിക്കുടിച്ചിന് സമയം പുറത്തൊക്കെ വെച്ചിട്ട് വെള്ളം വെച്ച് എന്താ വില 750 കിലോന് നെയ്യാണ് ആട്ടച്ചട്ട അതിന് വേഗമൊന്നുമില്ല. തിളച്ചപ്പത് വേഗം വെന്തിക്കണം. ഒന്ന് വെള്ളം വലിയാണ്ട് പരിപ്പും കറി കടകറക്കാണ്. പരിപ്പൊക്കെ പൊരിച്ചലും തേങ്ങാച്ചോറും പരിപ്പ് കറിയൊക്കെ ആയി. ഈ ഫ്രൂട്ട്സുകളൊക്കെ റെഡിയാക്കട്ടെ. ജ്യൂസ് ഒക്കെ അടിച്ചു. ഗ്ലാസ് ഒക്കെ വെച്ച് പാത്രം പറക്കാൻ നേരമായി. വലിയ മോൾ ഇവിടെ അടുത്ത് കാട്ട കെട്ടിച്ചത്. മോളും മരുമകനും കുട്ടികളുമാണ് വരുന്നത്. മയത്ത് വണ്ടി അവിടെ നിർത്തി ഓടി വരികയാണ് ഓല്. നിസ്സോളെ ഞാൻ ഫോട്ടോ എടുക്കും വിചാരിച്ചിട്ടുണ്ട് മറിഞ്ഞ് നിൽക്കണ്. വേക്കൊക്കെ നടന്നിരുന്നത്. അതിൻ്റെ മോള് കുട്ടികൾ 4 കുട്ടികളാണ് അവൾക്ക്. മരുമോനാണത്. വലിയ മോളാട്ടോ. രണ്ടാമത്തെ മോള് ഫറൂഖിലാണ്. അവൾ കുറച്ച് ദൂരമാണ്. അവൾ വന്നില്ല. അപ്പോൾ നമുക്ക് ചായ അടിച്ചാലുള്ള സാധനം നോമ്പുറക്കുള്ള സാധനമൊക്കെ ഇവിടെ റെഡിയാക്കി വാങ്ങി കൊടുക്കാൻ നേരം അയക്കണേ. വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.